ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത കുർത്തിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ്ങായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് താഴേക്ക് ടേപ്പ് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ കർവ് സാവധാനത്തിൽ അളന്നെടുക്കാട്ടോ വേണ്ടത്. ഇപ്പം ഇതിന് 9 ഇഞ്ചാട്ടോ കിട്ടിയത്. അങ്ങനെ 9 ഇഞ്ച് ഉള്ള ഒരു സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തേണ്ടത്. അതിന് വേണ്ടിയിട്ട് തുണി 4 മടിക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്തതിൻ്റെ എന്തൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പൺ ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. 3.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ നിന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം വേണ്ടത്. അപ്പോൾ ഞാനിത് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വരച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അളന്ന് നോക്കണം 9 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഞാനിത് അളന്ന് നോക്കിയിട്ട് റെഡി 9 ഇഞ്ചാണുള്ളത്. കുറച്ച് കൂടി പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് കൂടി പോയാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് അടുത്തായി വേണ്ടത് ലെങ്ത്താണ്. ഈ 15 ഇഞ്ച് ലെങ്ത് ആട്ടാൻ വേണ്ടി ഞാനൊരു 3/4 സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 15 ഇഞ്ച് 1.5 ഇഞ്ച് സീം അലവൻസും പിന്നെ ആം ഹോൾ റൗണ്ട് 5 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും ആണ് ഇട്ടെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ ചീത്തവശവും ഒരുമിച്ച് വെച്ചിട്ട് ആ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്താണ് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് വീഡിയോ കാണുന്ന പോലെ 1/2 ഇഞ്ച് താഴോട്ടാക്കിയിട്ട് കുഴിച്ച് കട്ട് ചെയ്യാണ്. ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് അത്രയേ ഉള്ളൂ. ഇത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടയാളം വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിതിൻ്റെ 2 ഭാഗത്തും എഫ് നെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.